ഹലോ, ഇന്നത്തെ കഥയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ സച്ചി രേവതിയുടെ വീട്ടിലാന്ന് അറിഞ്ഞപ്പോൾ ചന്ദ്രയ്ക്ക് ശരിക്കും നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. പക്ഷെ ആ സമയത്ത് രവി പറയുന്നുണ്ട്, ഒരു ദിവസമെങ്കിലും നല്ല ഭക്ഷണം കഴിച്ച് അവനവിടെ കിടക്കട്ടെ, നിനക്കെന്താ അതിന്? ഇന്ന് അവൻ അവിടെ കിടന്നു കരുതി ലോകമൊന്നും അവസാനിക്കാൻ പോകുന്നില്ല. അല്ലേ പിന്നെ. അയാൾ ദേഷ്യത്തോടെ അകത്തേക്ക് കയറി പോവാണ്. പക്ഷേ ചന്ദ്രയുടെ ഉള്ളിങ്ങനെ വിങ്ങാണ് സച്ചി രേവതിയുടെ കൂടിയാണെന്ന് അറിഞ്ഞിട്ട്. അതേസമയം സച്ചി നല്ല ഉറക്കത്തിലാണ്. വാതിൽക്കൽ സച്ചി ഉറങ്ങുന്നത് നോക്കി നിന്ന് ആസ്വദിക്കുകയാണ് രേവതി. ആ സമയത്തൊക്കെ അവളുടെ ആദ്യത്തെ ആ ഒരു ദിവസം കഴിഞ്ഞു പോയതാണ് അവർക്ക് ഓർമ്മ വരുന്നത്. സച്ചി അവളെ കിസ് ചെയ്തതും അതുപോലെ തന്നെയുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഓർത്ത് പുഞ്ചിരിച്ചുകൊണ്ട് നിൽക്കുകയാണ്. അപ്പോഴാണ് അങ്ങോട്ടേക്ക് ദേവു വരുന്നത്. ദേവു വന്നിട്ട് ചോദിക്കുന്നുണ്ട്, എന്താ ചേച്ചി, റൊമാൻസ് ആണോ? അപ്പം രേവതി ശബ്ദം താഴ്ത്തി പറയാണ്, ഷോ ബഹളം ഉണ്ടാക്കാതെ, സച്ചിയേട്ടൻ ഉറങ്ങിക്കോട്ടെ, നീ പോ പോ എന്നൊക്കെ പറഞ്ഞിട്ട് ദേവുവിനെ ഉന്തിക്കൊണ്ട് ഹാളിലേക്ക് വരികയാണ്. സച്ചി ഇതൊന്നും അറിയാതെ നല്ല ഉറക്കത്തിലാണ്. ആ ഹാളിലെത്തിയത് രേവതി പുഞ്ചിരിച്ചുകൊണ്ട് പറയുന്നുണ്ട്, ഈ പെണ്ണിൻ്റെ ഒരു കാര്യം. അപ്പോഴേക്കും ലക്ഷ്മി അങ്ങോട്ടേക്ക് വരികയാണ്. എടി സച്ചി ഇതുവരെ ഒച്ച വെക്കാതെ അമ്മേ. രേവതി വരെ പറയാൻ മുഴുവിപ്പിക്കാൻ വിട്ടില്ല. സച്ചിയേട്ടൻ ഉറങ്ങുക. അപ്പം ദേവു കളിയാക്കിക്കൊണ്ട് പറയാണ്, ചേച്ചി താരാട്ടുപാടി ഉറക്കിയതുപോലെ ഉണ്ട്. എടി അവനെ എഴുന്നേൽപ്പിക്കടി, ലക്ഷ്മി പറയാണ്. അമ്മേ നല്ല ഉറക്കത്തിലാ, എന്തിനാ വെറുതെ ആ പാവത്തിന് ശല്യപ്പെടുത്തുന്നേ? രേവതിക്ക് ദേഷ്യം വരുന്നുണ്ടായിരുന്നു. അവന് ജോലിയില്ലേ, സമയം എത്രയായിന്ന വിചാരം? അപ്പം രേവതി പറയുന്നുണ്ട്, സമയമാവുമ്പോൾ എഴുന്നേറ്റോളും. പാവം രാവും പകലും കാർ ഓടിക്കുന്നതല്ലേ, അല്പം വിശ്രമിക്കട്ടെ. അപ്പം ലക്ഷ്മി വീണ്ടും പറയാണ്, മോളെ പകല് കുറേ സമയം ഉറങ്ങരുത്, അത് ശരീരത്തിന് നല്ലതല്ല. അപ്പം രേവതി ദേഷ്യത്തോടെ അമ്മയോട് പറയാണ്, ഇപ്പം അദ്ദേഹം ഉറങ്ങുന്നതാണോ കുഴപ്പം, അതോ ഇവിടെ കിടക്കുന്നതാണോ? അല്ല, ഭക്ഷണം കഴിച്ചാൽ ഉടനെ പോകുന്നല്ലേ നീ പറഞ്ഞിരുന്നത്, ഇപ്പോൾ കുറേ സമയമായില്ലേ? ഇവിടെ ഇങ്ങനെ നിന്ന ലക്ഷ്മിക്ക് ആകെ വെപ്രാളാവുകയാണ്. അപ്പം രേവതി ദേഷ്യത്തോടെ വെക്കുന്നുണ്ട്, ഇവിടെ നിന്നാൽ എന്താ പ്രശ്നം? മോളെ അവൻ്റെ അമ്മ അറിഞ്ഞാൽ എന്താ ഉണ്ടാവുകയെന്ന് ഊഹിക്കാലോ. രേവതിക്ക് ദേഷ്യം വരുന്നുണ്ടായിരുന്നു. അപ്പം ദേവും പറയുന്നുണ്ട്, അവരിവിടെ ക്യാമറ വെച്ചിട്ടുണ്ടോ? സച്ചേട്ടൻ ഇവിടെ വന്നത് അവരറിയാനൊന്നും പോകുന്നില്ല. അപ്പം ലക്ഷ്മി പേടിയോടെ പറയാണ്, എടി ചന്ദ്ര എങ്ങനെയെങ്കിലും അറിയും. അവരോട് യുദ്ധത്തിന് നിൽക്കാനൊന്നും എനിക്ക് വയ്യ. രേവതി നീ അവനെ വിളിച്ച് എഴുന്നേൽപ്പിക്ക്. എന്നെ കൊണ്ട് പറ്റില്ല അമ്മേ, വേണമെങ്കിൽ അമ്മ വിളിച്ച് എഴുന്നേൽപ്പിച്ചോ. രേവതി ദേഷ്യത്തോടെ പറയാണ്. അപ്പോൾ ചന്ദ്ര ചോദിക്കുന്നുണ്ട്, ഞാനോ? ആ, ഞാൻ എങ്ങനെയാടി? ലക്ഷ്മി ചോദിക്കുന്നുണ്ട്. അമ്മയ്ക്കല്ലേ സച്ചേട്ടൻ പോകണമെന്ന് നിർബന്ധം, ചെന്ന് വിളിക്ക്. രേവതി ദേഷ്യത്തോടെ അവിടുന്ന് പോകാൻ നോക്കുമ്പോഴേക്ക് ലക്ഷ്മി അവളുടെ കൈ കയറി പിടിക്കുകയാണ്. മോളെ, ആടി മാസത്തിൽ സച്ചി നിന്റെ അടുത്ത് വന്ന കാര്യം അയൽപ്പക്കത്തെല്ലാം അറിഞ്ഞു. അവരാരെങ്കിലും ചന്ദ്രയോട് പറയും, ചന്ദ്ര ഇങ്ങോട്ട് വന്ന ആകെ പ്രശ്നമാവും. അപ്പോഴേക്കും സച്ചിൻ നിലവിളിക്കുകയാണ്, അമ്മോ. അപ്പം രേവതി അമ്മയോട് പറയുന്നുണ്ട്, അമ്മ ഒന്നും മിണ്ടാതിരിക്ക്. അമ്മയുടെ ശബ്ദം കേട്ട് അലാറം അടിച്ചു എന്ന് കരുതി സച്ചേട്ടൻ ഇപ്പോൾ എഴുന്നേക്കും. പാവം അമ്മ ഒന്നൊന്ന് ഉറങ്ങിക്കോട്ടെ. അപ്പം ദേവു പറയുന്നുണ്ട്, സച്ചേട്ടൻ ഉണരാൻ അർദ്ധരാത്രി കഴിയുമെന്നാണ് എനിക്ക് തോന്നുന്നേ. അത് കേട്ടത് ലക്ഷ്മിക്ക് ഒന്നുകൂടെ പേടിയാവുകയാണ്. അയ്യോ പേടിപ്പിക്കാതെടി, അവൻ ഇവിടുന്ന് പോയാലേ എനിക്ക് മനസ്സമാധാനാവൂ. അപ്പം രേവതി ദേഷ്യത്തോടെ തട്ടിക്കയറുകയാണ്. വീട്ടിൽ വന്ന മരുമകനോട് 5-6 ദിവസം കഴിഞ്ഞിട്ട് പോയാൽ മതിയെന്നാണ് പറയേണ്ടത്, അല്ലാതെ ഓടിക്കാൻ നോക്കുകയല്ല വേണ്ടത്. കഷ്ടം തന്നെ അമ്മേ. അപ്പം ലക്ഷ്മി സങ്കടത്തോടെ പറയാണ്, അവൻ ഇവിടെ വരുന്നതിന് എനിക്ക് സന്തോഷമേ ഉള്ളൂ, പക്ഷേ ഈ സമയമായത് കൊണ്ടല്ലേ മോളെ. അപ്പോഴേക്കും ശരത്ത് കവറിൽ പാലുമായിട്ട് വരികയാണ്. ആ സമയത്ത് രേവതി പറയുന്നുണ്ട്, ഒച്ച വെക്കാതെ, സച്ചേട്ടൻ കിടന്ന് ഉറങ്ങുക. അപ്പോഴേക്കും രേവതി അമ്മയോട് പറയുന്നുണ്ട്, അമ്മയെ സച്ചേട്ടൻ ഉണരുമ്പോഴേക്കും ചായ ഉണ്ടാക്കി കൊടുക്കണം, പരിപ്പ് വടയാണ് ഇഷ്ടം, വടയും ഉണ്ടാക്കണം. അപ്പോഴേക്കും സച്ചിയുടെ ഫോൺ റിങ് ചെയ്യാണ്. അവനാണെങ്കിൽ ഞെട്ടിയിട്ട് ചാടി എഴുന്നേൽക്കുന്നുണ്ട്. അപ്പോൾ അവൻ ഞെട്ടിയത് കണ്ടപ്പോൾ രേവതി വന്നിട്ട് പറയുന്നുണ്ട്, ഒന്നുമില്ല, നിങ്ങളുടെ ഫോണ് ബെല്ലടിച്ചതാ. അപ്പം ചമ്മിക്കൊണ്ട് സച്ചി പറയുന്നുണ്ട്, ഞാൻ ഞെട്ടിപ്പോയി, എന്തോ ആണെന്ന് കരുതി. എന്നിട്ട് ഫോൺ എടുത്ത് നോക്കുന്ന സമയത്ത് കസ്റ്റമറാണ് വിളിച്ചിട്ടുണ്ടായിരുന്നത്. ഒരു ഓട്ടത്തിലുള്ള കോളാണ്. അപ്പം മൈത്ര നഗറിലേക്ക് പോകാനെന്ന് പറയുന്ന സമയത്ത് സച്ചി ഉറക്കച്ചടവോടെ തന്നെ പറയുന്നുണ്ട്, ഞാൻ വരാം സാർ. അപ്പോൾ സച്ചി പോകാമെന്ന് സമ്മതിച്ച് കേട്ടത് ലക്ഷ്മി പുഞ്ചിരിക്കുകയാണ് സന്തോഷം കൊണ്ട്. പക്ഷേ രേവതിയുടെ മുഖത്ത് സങ്കടം വരികയാണ്. സച്ചിക്ക് ശരിക്കും ഉറക്കം തെളിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. രേവതി വിഷമത്തോടു കൂടി സച്ചിയെ തന്നെ നോക്കി നിൽക്കുകയാണ്. അപ്പോൾ സച്ചി എഴുന്നേറ്റ് വന്നപ്പോൾ ലക്ഷ്മി സന്തോഷത്തോട് ചോദിക്കുന്നുണ്ട്, ട്രിപ്പ് വിളിച്ചതാണല്ലേ മോനെ? പെട്ടെന്ന് പോകണമല്ലേ? ലക്ഷ്മി ചിരിച്ചുകൊണ്ട് ചോദിക്കുകയാണ്. അപ്പോൾ സച്ചിക്ക് അതൊന്നും മനസ്സിലായിട്ടില്ല. സച്ചി പറയുന്നുണ്ട്, ആ സ്ഥിരം വിളിക്കുന്ന ആളാ, അയാൾക്ക് ഷോപ്പിങ്ങിന് പോണത്രേ, തല നേരെ നിൽക്കുന്നില്ല, കണ്ണ് തുറക്കാനും പറ്റുന്നില്ല, ഉറക്കം മതിയായിട്ടില്ല എനിക്ക്. അപ്പോൾ പെട്ടെന്ന് തന്നെ രേവതി പറയാണ്, എങ്കിൽ പിന്നെ പോയി ചെന്ന് ഉറങ്ങിക്കോ, ട്രിപ്പ് ക്യാൻസൽ ചെയ്തേക്ക്, ഈ അവസ്ഥയിൽ വണ്ടി ഓടിക്കണ്ട. അപ്പോഴേക്കും ലക്ഷ്മി ദേഷ്യത്തോടെ മകളെ പിടിച്ച് നേരെയാക്കി ചോദിക്കുകയാണ്, എന്താടി ഇത്, ജോലിക്ക് പോകാൻ വിടവനെ, ആളുകൾ അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ടാവും. എന്നിട്ട് സച്ചിയോട് പറയാണ്, ഒന്ന് മുഖം കഴുകിയാൽ ശരിയായിക്കോളും മോനെ, ഉറക്കക്ഷീണം മാറിക്കോളും, കിട്ടിയ ഓട്ടം കളയണ്ട മോനെ. ആ സമയത്ത് സച്ചി ഇങ്ങനെ അതിശയത്തോടു കൂടി നോക്കുകയാണ്, ഇതെന്ത് ഇവരെന്നെ പറഞ്ഞേക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്ന പോലെയെന്ന്. അപ്പോൾ ലക്ഷ്മി പറയുന്നുണ്ട്, നമ്മളെപ്പോലുള്ള ആൾക്കാർക്ക് അന്നന്ന് ജോലി ചെയ്താലല്ലേ വരുമാനം ഉണ്ടാവുള്ളൂ. അത് കേട്ടപ്പോൾ സച്ചി ഓക്കെ ആയി. ആ അത് അമ്മ പറഞ്ഞത് ശരിയാ രേവതി, ഞാൻ പോയിട്ട് വരാം. അപ്പോൾ രേവതി പെട്ടെന്ന് തന്നെ പറയുന്നുണ്ട്, നിൽക്ക്, ഞാൻ ചായ ഉണ്ടാക്കി തരാം, കുടിച്ചിട്ട് പോയാൽ മതി. ഞാൻ പെട്ടെന്ന് ഉണ്ടാക്കാം, ഇരിക്ക്. രേവതി അടുക്കളയിൽ പോയതും ലക്ഷ്മി ആകെ പരിഭ്രമത്തിലാണ്.
രേവതിക്ക് പിന്നാലെ അടുക്കളയിൽ വന്നിട്ട് ലക്ഷ്മി ദേഷ്യത്തോട് അവളോട് പറയാണ്, എടി അവൻ പോവാൻ ഇറങ്ങിയതല്ലേ, അതിനിടയ്ക്ക് നീ എന്തിനാ ചായ എടുക്കാന്ന് പറഞ്ഞത്? അപ്പം രേവതി പറയുന്നുണ്ട്, ചായ കുടിച്ചിട്ട് പോയാൽ അച്ചൂറ് ചുരുക്കോടെ പണിയെടുക്കാം. അപ്പം ദേവു പറയുന്നുണ്ട്, സച്ചേട്ടൻ പോവരുതെന്നാ ചേച്ചിയുടെ മനസ്സിൽ, അദ്ദേഹം എൻ്റെ കൂടെ നിൽക്കുന്നതിനേക്കാളും വേറെ സന്തോഷം എനിക്ക് എന്തുണ്ട്? രേവതിയും പറയാണ്. അപ്പം ലക്ഷ്മിക്ക് ആകെ കൂടെ ദേഷ്യം വരികയാണ്. ദേ അവളുടെ ഒരു സന്തോഷം, മിണ്ടാതിരിക്കുന്നതാ നല്ലത്, എൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിക്കും കേട്ടോ. അപ്പോഴേക്കും രേവതി അമ്മയോട് പറയാൻ നോക്കുമ്പോഴേക്കും സച്ചി രേവതിയെ വിളിക്കുകയാണ്. ദേ വരുന്നു. അപ്പോൾ സച്ചി മുഖം കഴുകിയിട്ട് ടവലിന് വേണ്ടിയിട്ട് രേവതിയെ വിളിച്ചതാണ്. രേവതി അത് കൊണ്ടെടുക്കുമ്പോൾ കൂടെ തന്നെ ലക്ഷ്മിയും ഉണ്ട്. അപ്പം സച്ചി പറയാണ്, ഞാൻ പോവാണ്, ചായ കുടിച്ചിട്ട് പോവാൻ സച്ചേട്ടാ, ഇപ്പം റെഡിയാവും. അപ്പം ലക്ഷ്മിക്ക് ദേഷ്യം വരുന്നുണ്ട് രേവതി ഇങ്ങനെ പറയുന്ന കേൾക്കുമ്പോൾ. അപ്പോൾ സച്ചി പറയുന്നുണ്ട്, വേണ്ട രേവതി, ചായ കുടിക്കാൻ നിന്നാൽ ഇനിയും ലേറ്റാവും, ഇപ്പം ഇറങ്ങിയാൽ വേഗം അവിടെ എത്തും, ഇനിയും ലേറ്റായ ബ്ലോക്കിൽ പെടും, ട്രിപ്പ് ക്യാൻസലാവും. അപ്പോൾ രേവതി വീണ്ടും പറയാണ്, ഇരിക്ക് സച്ചേട്ടാ, ഞാൻ ഇപ്പം തന്നെ എടുക്കാം. അപ്പം ലക്ഷ്മി ഇടയിൽ കയറുകയാണ്. മോളെ പറയുന്നത് കേൾക്ക്, ലേറ്റായാൽ ട്രിപ്പ് ക്യാൻസലാവും. അവൻ പൊയ്ക്കോട്ടെ. അപ്പം സച്ചിൻ ചിരിച്ചുകൊണ്ട് പറയുന്നുണ്ട്, ആ ഇപ്പം പോകുന്നതാ നല്ലത്. ലക്ഷ്മി പറഞ്ഞപ്പോൾ രേവതി ദേഷ്യത്തോട് ചോദിക്കുകയാണ്, ആർക്ക് നല്ലത്? പോവാൻ വേണ്ടി തിരിഞ്ഞതും സച്ചി ഒന്നുകൂടെ കൈ മണത്ത് നോക്കുകയാണ്. എന്നിട്ട് രേവതിയോട് പറയുന്നുണ്ട്, രേവതി, മീൻകറിയുടെ മണം ഇപ്പോഴും കയ്യിലുണ്ട്, കറി സൂപ്പറായിരുന്നു. അത് കേട്ടപ്പോൾ രേവതിക്ക് ഒത്തിരി സന്തോഷമാവാണ്. അപ്പോൾ ദേവും പറയുന്നുണ്ട്, ചേച്ചി ചേട്ടന് വേണ്ടി സ്പെഷ്യലായി ഉണ്ടാക്കിയതല്ലേ, അപ്പോൾ പിന്നെ എങ്ങനെ സൂപ്പർ ആവാതിരിക്കും? കറി ബാക്കിയുണ്ടോ? ആ ഉണ്ട്, എങ്കിൽ അത് എടുത്തു വെക്ക്, ഞാൻ രാത്രി വന്നിട്ട് ബാക്കി കഴിക്കാം. സച്ചി പറഞ്ഞു കേട്ടത് ലക്ഷ്മി ശരിക്കും ഞെട്ടിപ്പോയി. അപ്പം രേവതി സന്തോഷത്തോടെ ചോദിക്കുന്നുണ്ട്, ആ ഞാൻ കറി ചൂടാക്കി വെക്കാം, സച്ചേട്ടൻ രാത്രിയോടെ വരുമോ? പിന്നെ വരാതെ, സച്ചി സ്നേഹത്തോടെ പറയാണ്. അതിനുശേഷം ശരത്തിനോട് യാത്ര ചോദിച്ച് അവൻ ഇറങ്ങുകയാണ്. അപ്പോൾ പിന്നാലെ തന്നെ രേവതിയും പോകുന്നുണ്ട്. അവർ പോയതിൻ്റെ പിന്നാലെ ലക്ഷ്മി ദേവുവിനോട് പറയുന്നുണ്ട്, എടി അവൻ പറഞ്ഞത് കേട്ടില്ലേ, രാത്രി വരാമെന്ന്, രണ്ടും കൂടി ഒത്തു കളിക്കുന്നതാണെന്ന് എനിക്ക് തോന്നുന്നത്. അത് കേട്ടതും ദേവുവിനും ശരത്തിനും ചിരി വരികയാണ്. ചിരിക്കാതെടി, ലക്ഷ്മി ദേഷ്യത്തോടെ പറയാണ്. പക്ഷേ പുറത്തിറങ്ങിയ സച്ചിയെയും രേവതിയെയും കാത്തിട്ട് ഗജാനന്ദൻ്റെ ഗുണ്ടകൾ ഉണ്ടായിരുന്നു അവിടെ. അവർ സച്ചിയെ കണ്ടത് ശരിക്കും ഞെട്ടുകയാണ്. സച്ചി കാറിൻ്റെ ഡോറ് തുറന്നിട്ട് അകത്തേക്ക് കയറുന്ന സമയത്ത് അവർ പരസ്പരം പറയാണ്, സച്ചി എന്താ ഇവിടെ? ഭാര്യയെ കാണാൻ വന്നതായിരിക്കും. രാത്രി ഇവിടെ വന്ന് ഇവളെ പൊക്കാമെന്ന് ഗജാനന്ദൻ ബോസ് പറഞ്ഞതല്ലേ, ഇവൻ ഇവിടെ ഉണ്ടായാൽ അത് നടക്കില്ല. അപ്പം മറ്റവൻ പറയുന്നുണ്ട്, പേടിക്കേണ്ട, ആടി മാസമല്ലേ, എന്തായാലും അവൻ രാത്രി ഇവിടെ താമസിക്കില്ല. അപ്പോഴേക്കും മറ്റവന് സമാധാനമായി. അപ്പോൾ സച്ചി രേവതിയോട് ചോദിക്കുന്നുണ്ട്, രേവതി, മൈത്ര നഗറിലേക്ക് ഏത് വഴി പോകാൻ എളുപ്പം? അപ്പോൾ രേവതി അതിലേക്ക് പോകാനുള്ള എളുപ്പ വഴി പറഞ്ഞു കൊടുക്കുകയാണ്. എന്നാൽ ഞാൻ പോയിട്ട് വരാം. സച്ചി കാറിൽ കയറുകയാണ്. കാറിൽ കയറിയതിന് ശേഷം മിറർ ശരിയാക്കുമ്പോഴാണ് അവൻ കാണുന്നത് പിന്നിലായിട്ട് ഗജാനന്ദൻ്റെ ഗുണ്ടകൾ നിൽക്കുന്നത്. എന്താ ചെയ്യാന്ന് അവൻ ആദ്യം ഒരു എത്തും പിടിയും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. പിന്നീട് വിൻഡോ താഴ്ത്തിയിട്ട് രേവതിയോട് വാച്ച് എടുക്കാൻ വേണ്ടി പറയാണ്. ആ സമയത്ത് സച്ചി മനസ്സിലൊരു പ്ലാൻ ഇടുന്നുണ്ടായിരുന്നു. അതിനുശേഷം മഹേഷിനെ വിളിച്ചിട്ട് ആ ട്രിപ്പ് മഹേഷിന് കൈമാറുകയാണ്. സച്ചി പോയതിൻ്റെ സന്തോഷത്തിനാണ് ലക്ഷ്മി ഉണ്ടായിരുന്നത്. ആ സമയത്ത് ദേവും പറയുന്നുണ്ട്, എന്തായാലും അമ്മ ആഗ്രഹിച്ച പോലെ സച്ചേട്ടൻ പോയല്ലോ, ഇപ്പോഴാണ് എനിക്കൊരു സമാധാനമായത്. അപ്പോൾ രേവതി വാച്ച് എടുത്തിട്ട് വരുന്ന സമയത്ത് ലക്ഷ്മിയോട് പറയുന്നുണ്ട്, സച്ചേട്ടൻ വാച്ച് എടുക്കാൻ മറന്നു, ഇത് കൊണ്ടുപോയി കൊടുക്കട്ടെ എന്ന്. അപ്പോഴേക്കും സച്ചി അങ്ങോട്ടേക്ക് എത്തുകയാണ്. നീ വാച്ച് എടുക്കാൻ കൊടുക്കാൻ നേരെ വൈകൊണ്ടാണ് മോൻ ഇങ്ങോട്ടേക്ക് വന്നത്, വേഗം കൊടുക്കും, മോന് പോവേണ്ടതാ. അപ്പോൾ സച്ചി പറയുന്നുണ്ട്, വേണ്ട, ഞാൻ പോകുന്നില്ല, ആ ട്രിപ്പ് ഞാൻ ക്യാൻസൽ ചെയ്തു. ക്യാൻസൽ ചെയ്തോ? ലക്ഷ്മിക്ക് ആകെ ഞെട്ടലാവാണ്. അപ്പോൾ ട്രിപ്പ് വിളിച്ചവർ വെയിറ്റ് ചെയ്യുന്നുണ്ടാവില്ലേ? ലക്ഷ്മി വീണ്ടും ചോദിക്കുകയാണ്. ഇല്ല, അത് ഞാൻ ക്യാൻസൽ ചെയ്ത് മഹേഷിന് കൊടുത്തിട്ടാണുള്ളത്. അപ്പം രേവതി ഇങ്ങനെ അമ്മയോട് പറയുന്നുണ്ട്, അമ്മേ മിണ്ടാതിരിക്കുക. എന്നിട്ട് രേവതിയോട് ചായ എടുക്കാൻ പറഞ്ഞതുകൊണ്ട് രേവതി സച്ചിയോട് ഇരിക്കാൻ പറയാണ്. രേവതി ചായ എടുക്കാൻ പോയ സമയത്ത് സച്ചി പറയുന്നുണ്ട്, അയാൾ ട്രിപ്പ് ക്യാൻസൽ ചെയ്ത് ഏതായാലും നന്നായി, ഞാനേ ആകെ ടയേർഡാ, ഞാനിന്നിന് വീട്ടിൽ പോകുന്നില്ല, ഇവിടെ കഴിയാം. അതുകൂടെ കേട്ടതോടെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ലക്ഷ്മിക്ക് നല്ല വെപ്രാളാവുകയാണ്. അത് കേട്ടതും അടുക്കളയിൽ നിന്ന് രേവതിക്ക് നല്ല സന്തോഷമാവുന്നുണ്ട്. അപ്പോൾ സച്ചി പറയാണ്, ഞാനിവിടെ വരുന്നില്ല, താമസിക്കുന്നില്ല എന്നൊക്കെയുള്ള അമ്മയുടെ പരാതി തീർന്നല്ലോ അല്ലേ? ആ ആ ലക്ഷ്മി ആകെ വെപ്രാളത്തോടെ കൂടിയാണ് പറയുന്നത്. അപ്പോഴേക്കും രേവതി ചായ കൊണ്ടുവന്ന് കൊടുക്കുന്നുണ്ട്. അപ്പോഴേക്കും അയൽവക്കത്തുള്ള കുറച്ച് സ്ത്രീകളൊക്കെ അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. സച്ചിയെ കണ്ടത് അവരൊക്കെ സംസാരിക്കുകയാണ്. അപ്പോൾ ലക്ഷ്മി ചോദിക്കുന്നുണ്ട്, എന്താ എല്ലാവരും കൂടെ ഇങ്ങോട്ടേക്ക്? ഞങ്ങൾ സച്ചിയെ കാണാൻ വന്നതാ. സച്ചി എല്ലാവരോടും ഇരിക്കാൻ പറഞ്ഞിട്ട് രേവതിയോട് അവർക്കുള്ള ചായ എടുക്കാൻ പറയണം. അപ്പോൾ ദേവ് പറയുന്നുണ്ട്, ഞാൻ എടുത്തുകൊണ്ട് വരാം. അപ്പോൾ അവിടെ ഇരുന്നിട്ട് ചേച്ചിമാർ പറയുന്നുണ്ട്, എന്താ സച്ചി ആടി മാസം എന്നുള്ളതൊക്കെ മറന്നോ? അപ്പോൾ സച്ചി പറയുന്നുണ്ട്, ഭക്ഷണം കഴിക്കാൻ വേണ്ടി വന്നതാ, സൂപ്പർ മീൻകറിയും മീൻ വറുത്തതൊക്കെ രേവതി ഉണ്ടാക്കി തന്നു. അപ്പോൾ അതിലൊരു ചേച്ചി പറയുന്നുണ്ട്, ഭക്ഷണം കഴിക്കാനെന്ന പേരിൽ ഇവളെ കാണാൻ വന്നതല്ലേ, ഞങ്ങൾക്ക് മനസ്സിലായേ. അപ്പം നാണത്തോടു കൂടി സച്ചി രേവതിയെ നോക്കുകയാണ്. ആടിമാസത്തിൽ ഭാര്യ വീട്ടിൽ വരാൻ പാടുണ്ടോ സച്ചി? അതിലൊരു ചേച്ചി ചോദിച്ചതും സച്ചി ആകെ ഒന്ന് പരിങ്ങലായി. രേവതി അമ്മയെ നോക്കുമ്പോൾ ലക്ഷ്മി കണ്ട, ഇതാ ഞാനും പറഞ്ഞെന്നുള്ള അർത്ഥത്തിൽ നോക്കുകയാണ്. അപ്പോൾ ആ ചേച്ചി തന്നെ പറയുന്നുണ്ട്, ഞാൻ ചുമ്മാ പറഞ്ഞതാ, ഏത് മാസമായാലും ഭാര്യയെ കാണാൻ ഭർത്താവിന് വരാം. പണ്ടത്തെ പോലെയാണോ ഇപ്പോൾ? അപ്പോൾ അവർ പറയുന്നുണ്ട്, സച്ചി ഇവിടെ വരുന്നത് ഞങ്ങൾക്ക് എന്തുകൊണ്ടും ധൈര്യമാണ്. അപ്പോഴേക്കും ദേവ് ചായയായിട്ട് വരുന്നുണ്ട്. രേവതി എല്ലാവർക്കും ചായ എടുത്തു കൊടുത്ത സമയത്ത് അവർ പറയാണ്, സച്ചിയോട് എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല. എന്തിനാ നന്ദി പറയുന്നത്? ചായ തന്നതിനോ? അതിന് എന്നോടല്ല നന്ദി പറയേണ്ടത്, ഇവളോടാ. രേവതിയെ കാണിച്ചുകൊണ്ട് സച്ചി പറയാണ്, ഇവളല്ലേ ചായ കൊണ്ട് തന്നത്,
അപ്പോൾ ആ ചേച്ചിമാർ പറയുന്നുണ്ട്, ആ ഗജാനന്ദനെ പേടിച്ചുകൊണ്ടാണ് ഞങ്ങളിവിടെ ജീവിച്ചിരുന്നത്. പക്ഷെ സച്ചി അയാൾക്കിട്ട് നന്നായിട്ട് പൊട്ടിച്ചതുകൊണ്ട് അയാളൊന്ന് അടങ്ങി. മുതലിനേക്കാളും പലിശ വാങ്ങിച്ചിരുന്ന അവൻ ഇപ്പോൾ കൊടുത്തത് മേടിച്ചിട്ട് പോവും, സച്ചിയെ പേടിയുള്ളതുകൊണ്ട്. സച്ചി പുഞ്ചിരിച്ചുകൊണ്ട് കേട്ട് നിൽക്കുകയാണ്. ഞങ്ങൾക്കിപ്പോൾ അവനെ പേടിയില്ല, ഞങ്ങൾക്ക് ധൈര്യം തന്നത് സച്ചിയാ. സച്ചി രേവതിയും പരസ്പരം നോക്കി ചിരിക്കുകയാണ്. അപ്പോൾ അവർ പറയുന്നുണ്ട്, സച്ചി അവനെ ഒതുക്കിയത് കൊണ്ട് ഇപ്പം ഞങ്ങൾക്ക് അവനെ പേടിയില്ല, ഇപ്പം ഞങ്ങൾ സമാധാനത്തോടെ കഴിയുന്നു. അപ്പോൾ സച്ചി പറയാണ്, അതിനെന്തിനാ നന്ദി പറയുന്നത്? നമ്മൾ ആരെയും ഭയപ്പെടരുത്. ഭയപ്പെട്ട് നിന്നാ ജീവിതകാലം മുഴുവനും അങ്ങനെ തന്നെ നിൽക്കേണ്ടി വരും. നമ്മൾ ആരെ ഭയപ്പെടുന്നോ അവർ നമ്മുടെ തലയിൽ കയറും. എൻ്റെ അച്ഛമ്മ ഒരു കഥ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു, കേൾക്കണോ? അപ്പോൾ ദേവ് പറയുന്നുണ്ട്, ഓ കുട്ടിക്കഥയായിരിക്കും അല്ലേ, കേൾക്കണം. അപ്പോൾ സച്ചി കഥ പറഞ്ഞു കൊടുക്കുകയാണ്. ഒരു ഗ്രാമത്തിൽ സുശീലൻ എന്ന് പറഞ്ഞൊരു വ്യാപാരി ഉണ്ടായിരുന്നു. ഒരിക്കലൊരു ജോത്സ്യൻ അദ്ദേഹത്തോട് പറഞ്ഞു, ഇപ്പം നിന്റെ സമയം ശരിയല്ല, വെള്ളം കാരണം നിനക്ക് അപകടം സംഭവിച്ചേക്കാം, അതുകൊണ്ട് 24 മണിക്കൂർ വരെ നീ വെള്ളത്തിനടുത്തേക്ക് പോവരുതെന്ന്. അപ്പോൾ ശരത്ത് ഇടയിൽ കയറുകയാണ്, അല്ല ഏത് വെള്ളം സച്ചിയേട്ടൻ ഉദ്ദേശിച്ചേ? അപ്പോൾ സച്ചി അവനെ പിച്ചിക്കൊണ്ട് പറയുന്നുണ്ട്, എടാ കുടിക്കുന്ന വെള്ളം, അല്ലാതെ മറ്റേതല്ല. അപ്പോൾ എല്ലാവരും പൊട്ടിച്ചിരിക്കുകയാണ്. പക്ഷേ ലക്ഷ്മിക്ക് മാത്രം ചിരിക്കാൻ സാധിക്കുന്നില്ല. സച്ചി കഥ തുടരുകയാണ്. ഈ ജോത്സ്യം പറയുന്നത് കേട്ടിട്ട് അയാൾ ഒരു മുറിയിൽ തന്നെ ഇരുന്നു. പെട്ടെന്ന് അയാൾക്കൊരു ഇക്കിള് വന്നു. പക്ഷേ വെള്ളം കാരണം മരിക്കുമെന്ന് ജോത്സ്യം പറഞ്ഞതിനാൽ എല്ലാവരും പറഞ്ഞിട്ടും അയാൾ വെള്ളം കുടിച്ചില്ല. ഒടുക്കം എന്തായി? ഇക്കിള് നിന്നില്ല. വെള്ളം കുടിക്കാതെ അയാൾ ഇക്കിള് കാരണം മരണപ്പെട്ടു. കഥ കേട്ട് എല്ലാവരും പൊട്ടിച്ചിരിക്കുകയാണ്. ആ സമയത്ത് സച്ചി പറയുന്നുണ്ട്, ഇതാ പറഞ്ഞത്, നമ്മൾ ഒന്നിനെയും ഭയപ്പെടാൻ പാടില്ലെന്ന്. ഭയം വന്നാ മരിക്കുന്നതിന് തുല്യ, അത് നമ്മളെയും കൊണ്ട് അങ്ങ് പോവും. എപ്പോഴും ധൈര്യത്തോടെ ഇരിക്കണം. ദേവും പറയുന്നുണ്ട്, ശരിയാ സച്ചേട്ടൻ പറഞ്ഞത്. അപ്പോൾ അവരൊക്കെ പറയാണ്, സച്ചി വന്നാൽ ഇങ്ങനെയാ, എപ്പോഴും ചിരിപ്പിച്ച് സന്തോഷിപ്പിച്ചിട്ടേ വിടുള്ളൂ. കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ കുറേ തമാശകളൊക്കെ പറഞ്ഞതാ, ഇപ്രാവശ്യം വരെ തമാശയുണ്ടോ സച്ചി? സച്ചി ഓ പിന്നെ തമാശയൊക്കെ എത്ര കിടക്കുമെന്ന് പറഞ്ഞ് സച്ചി തമാശ പറയാൻ തുടങ്ങുകയാണ്. സച്ചിയുടെ തമാശയൊക്കെ കേട്ട് എല്ലാവരും പൊട്ടിച്ചിരിക്കുന്നുണ്ട്. സച്ചിയുടെ തമാശ കേട്ട് ചിരിക്കുന്ന സ്ത്രീകളോടായിട്ട് ലക്ഷ്മി പറയുന്നുണ്ട്, നിങ്ങൾക്ക് പോകണ്ടേ, വീട്ടിൽ നിന്ന് അന്വേഷിക്കില്ലേ? അയ്യോ ശരിയാണല്ലോ, നമ്മൾ കുറേ നേരമല്ലേ വന്നിട്ട്, സച്ചിയുടെ തമാശ കേട്ടാൽ സമയം പോകുന്ന അറിയില്ല. അങ്ങനെ അവരൊക്കെ യാത്ര പറഞ്ഞ് ഇറങ്ങുകയാണ്. ആ സമയത്ത് അവർ ചോദിക്കുന്നുണ്ട്, ഇന്ന് പോകുന്നുണ്ടോ സച്ചി? അപ്പോഴേക്കും ലക്ഷ്മി ഇടയിൽ കയറി പറയാണ്, ആ പോകുന്നുണ്ട്. പക്ഷെ സച്ചിയാണ് പറയുന്നത്, ഏയ് പോകുന്നില്ല, ഇന്ന് പോകുന്നില്ല. അത് കേട്ടത് ലക്ഷ്മി ആകെ കൂടെ പരിഭ്രമത്തിലായി. പോകുന്നില്ലേ? പക്ഷെ രേവതിക്ക് നല്ല സന്തോഷമായിരുന്നുണ്ട് സച്ചി പോകുന്നില്ല എന്ന് കേട്ടപ്പോൾ. അപ്പോൾ ആ സ്ത്രീകൾ കളിയാക്കാണ്, മനസ്സിലായി. അങ്ങനെ അവരൊക്കെ യാത്ര പറഞ്ഞ് ഇറങ്ങിയപ്പോൾ ശരത്ത് പറയുന്നുണ്ട്, എന്തൊക്കെ തമാശകളാണ് സച്ചേട്ടൻ്റെ കയ്യിൽ, ഇതൊക്കെ ഞാൻ കോളേജിൽ പോയിട്ട് പറഞ്ഞ് വിലസുന്നുണ്ട്. നീ പറഞ്ഞോടാ, ഇനിയും ഒരുപാട് തമാശകളുണ്ട്, ഞാൻ പറഞ്ഞുതരാം. അപ്പോഴേക്കും സച്ചിയുടെ ഫോൺ റിങ് ചെയ്യാണ്. എടുത്തു നോക്കിയപ്പോൾ മഹേഷാണ്. അവൻ്റെ കാറിന് എന്തോ ചെറിയ മിസ്റ്റേക്ക് ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ സച്ചി പറയുന്നുണ്ട്, ട്രിപ്പൊന്നും കളയണ്ട, നീ വന്ന് എൻ്റെ കാർ എടുത്തു, ഞാൻ രേവതിയുടെ വീട്ടിലാണുള്ളത്. രാത്രിയായപ്പോൾ സച്ചിക്കുള്ള ഭക്ഷണം വിളമ്പുകയാണ് രേവതി. അവൾ പുഞ്ചിരിച്ചുകൊണ്ട് സച്ചിയെ ഭക്ഷണം കഴിക്കാൻ വിളിച്ചപ്പോഴേക്കും ഓടി വന്ന് ലക്ഷ്മി ചോദിക്കുന്നുണ്ട്, അവൻ ഇന്ന് ഇവിടെ താമസിക്കുമെന്ന് പറഞ്ഞത് ചുമ്മാതായിരിക്കും അല്ലേ? ഭക്ഷണം കഴിച്ചാൽ ഉടനെ പോവുമായിരിക്കും അല്ലേ? എനിക്കറിയില്ല അമ്മേ, പോവില്ലെങ്കിൽ നീ പറഞ്ഞു വിടണം അവനെ. പക്ഷേ രേവതി അതൊന്നും മൈൻഡ് വെക്കുന്നില്ല. സച്ചേട്ടൻ വാ. അപ്പോഴേക്കും സച്ചേട്ടൻ വന്ന് ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഇരിക്കുകയാണ്. ആഹാ എന്താ മണം! ഇങ്ങനെ രുചിയുള്ള ഭക്ഷണം കഴിക്കാൻ ഭാഗ്യം ചെയ്യണം. എൻ്റെ അച്ഛൻ കൂടെ ഇല്ല എന്നുള്ള സങ്കടം മാത്രമേ ഉള്ളൂ. രേവതി അവന് ഭക്ഷണം വിളമ്പി കൊടുക്കുകയാണ്. അപ്പോൾ സച്ചി പറയുന്നുണ്ട് അവരെയും കൂടെ വിളിക്കാൻ വേണ്ടിയിട്ട്, ദേവുവിനെയും ശരത്തിനെയും ഒക്കെ. ഞങ്ങൾ പിന്നെ കഴിച്ചോളാം, സച്ചേട്ടൻ കഴിക്ക്, രേവതി പറയാണ്. സച്ചി ആസ്വദിച്ച് ഭക്ഷണം കഴിക്കുകയാണ്. ആ സമയത്ത് രേവതി അത് കണ്ട് സന്തോഷം നിൽക്കുന്നുണ്ട്. പക്ഷേ ലക്ഷ്മിയുടെ മുഖത്താകെ ടെൻഷനാണ്. അപ്പോൾ രേവതി പറയുന്നുണ്ട്, ചുമ്മാ ഇരിക്കേ. ആ സമയത്തൊക്കെ ലക്ഷ്മി ചിന്തിക്കുകയാണ്, ഇത് എങ്ങനെ ഇവനെ ഒന്ന് പറഞ്ഞു വിടുക? അല്ല മോൻ വീട്ടിൽ പോയില്ല, അച്ഛന് വിഷമാവില്ലേ? ഞാൻ അച്ഛനെ വിളിച്ചു പറഞ്ഞായിരുന്നു ഇന്ന് വരില്ല എന്ന്, അതുകൊണ്ട് പ്രശ്നമില്ല. അപ്പോൾ സച്ചി ആസ്വദിച്ച് ഭക്ഷണം കഴിക്കുകയാണ്. മോൻ കഴിക്ക്, ലക്ഷ്മി മനസ്സോടെയാണ് പറയുന്നത്. രേവതിയും കൂട്ടിക്കൊണ്ട് ലക്ഷ്മി അടുക്കളയിലേക്ക് പോവുകയാണ്. എന്നിട്ട് അവർ ചോദിക്കുന്നുണ്ട്, നീ അവനെ പറഞ്ഞു വിടുന്നുണ്ടോ ഇല്ലയോ? ഇതേ ഭക്ഷണം കഴിച്ചാൽ ഉടനെ പോവാൻ പറയണം. രേവതിക്ക് അത് കേട്ട് ദേഷ്യം വരുന്നുണ്ടായിരുന്നു. അമ്മയ്ക്ക് വായില്ലേ, അമ്മ പറഞ്ഞു വിട്. ഞാൻ എങ്ങനെ പറയും? ഞാൻ പറഞ്ഞ മോനത് തെറ്റായി എടുക്കും. നീ എന്താടി ഒന്നും അറിയാത്ത പോലെ സംസാരിക്കുന്നേ? അപ്പം രേവതി പറയുന്നുണ്ട്, ഞാൻ പറഞ്ഞാലും തെറ്റായിട്ട് എടുക്കും. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം പോവുകയാണെങ്കിൽ പോവും, അല്ലെങ്കിൽ ഇവിടെ നിൽക്കും, ഞാനായിട്ടൊന്നും പറയില്ല. അപ്പം ലക്ഷ്മി വീണ്ടും പറയാണ്, എടി ഇവിടെ നിൽക്കാൻ പറ്റില്ല. അത് കേട്ടതും രേവതി ദേഷ്യത്തോടെ അമ്മയെ നോക്കുന്നിടത്തായിട്ടാണ് ഇന്നത്തെ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യുന്നത്.